പിറ്റേന്ന് ഭരതശത്രുഘ്നന്മാർ മന്ത്രിമാരോടും മാതാക്കന്മാരോടും പുരോഹിതന്മാരോടും കാട് വെട്ടി തെളിക്കാനുള്ള സൈന്യങ്ങളോടുകൂടി ഒരു മഹാഘോഷയാത്ര പോലെ വനത്തിലേക്ക് യാത്രയാരംഭിച്ചു. വഴിമധ്യേ ഗുഹനെയും കാണുകയുണ്ടായി. ഗുഹന്റെ സൽക്കാരവും സ്വീകരിച്ച് പിന്നീട് ഭരദ്വാജനും സൽക്കരിക്കുകയുണ്ടായി. ഒടുവിൽ ഗംഗാതീരത്തുള്ള രാമനും സീതയും കിടന്നുറങ്ങിയതും വിശ്രമിച്ചതുമായ ഓടൽ വൃക്ഷച്ചുവട്ടിലെത്തിയപ്പോൾ ഭരതൻ കരഞ്ഞുപോയി. ഗംഗയും കടന്ന് മഹർഷിമാരോട് വഴി ചോദിച്ചറിഞ്ഞ അവർ ചിത്രകൂടത്തിലെത്തി. ശ്രീരാമനെ കണ്ട ഭരതനും ശത്രുഘ്നനും രാമപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. രാമൻ അമ്മ കൗസല്യയെയും കൈകേയിയും സുമിത്രയെയും എന്നിവരെയും വണങ്ങി. പിതാവിൻ്റെ ചരമത്തെപ്പറ്റി ഭരതൻ അറിയിച്ചപ്പോൾ രാമലക്ഷ്മണന്മാരും സീതയും അതീവ ദുഃഖിതരായി. 4 മക്കൾ ഉണ്ടായിട്ടും ഒരാൾ പോലും അടുക്കലില്ലാതെ അച്ഛൻ മരിച്ചുപോയതിനെക്കുറിച്ച് ഓർത്തപ്പോൾ 4 പേരും വിങ്ങി പൊട്ടിക്കരഞ്ഞു. എല്ലാവരും ഗംഗയിൽ സ്നാനം ചെയ്തു. രാമലക്ഷ്മണന്മാർ പിതൃക്കൾക്ക് തർപ്പണം നടത്തി. ദശരഥന് പിണ്ടവും വെച്ചു. അന്ന് എല്ലാവർക്കും ഉപവാസമായിരുന്നു. തൻ്റെ അമ്മ ചെയ്തത് മുഴുവൻ തെറ്റും പാവവുമായിരുന്നെന്നും ജ്യേഷ്ഠനുള്ളപ്പോൾ അനുജൻ രാജാവാകുന്നത് ഒരിക്കലും നീതിയല്ലെന്നും പറഞ്ഞ് ഉടനെ അയോധ്യയിലേക്ക് മടങ്ങി രാജ്യഭാരം കൈക്കൊള്ളാൻ ഭരതൻ വിനീതമായി അപേക്ഷിച്ചു. 14 കൊല്ലം കഴിയാതെ താൻ അയോധ്യയിലേക്ക് മടങ്ങുന്നത് സത്യവിരോധമാണെന്ന് രാമൻ പറഞ്ഞു. ഭരതൻ മറ്റുപായങ്ങൾ പലതും പറഞ്ഞ് രാമനെ മടങ്ങാൻ പ്രേരിപ്പിച്ചെങ്കിലും സാധ്യമായില്ല. ഒടുവിൽ ശ്രീരാമൻ്റെ പതുങ്ങുകൾ ആവശ്യപ്പെട്ടു ഭരതൻ. അവ ശ്രീരാമൻ്റെ പേരിൽ താൻ ഭരിക്കുന്നതിന് ഓർമ്മപ്പെടുത്താനായിരുന്നു. മെതിയടികൾ സിംഹാസനത്തിൽ വെച്ചുകൊണ്ട് അയോധ്യയ്ക്ക് വെളിയിൽ ഒരു സന്യാസ ജീവിതം നയിച്ച് ഭരിക്കാനായിരുന്നു ഭരതൻ്റെ ഉദ്ദേശം. എന്നാൽ കാലാവധി കഴിഞ്ഞ് മടങ്ങിയില്ലെങ്കിൽ താൻ അഗ്നിപ്രവേശം ചെയ്യുമെന്നും ഭരതൻ സത്യമിട്ടു. ഭരതൻ്റെ ഒടുവിൽ പറഞ്ഞ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ രാമൻ തീർച്ചയാക്കി. തൻ്റെ പതുങ്ങുകൾ 2 ഊരി ഭരതന് നൽകി. സഹോദരഭക്തി കണ്ട് രാമൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ഭരതനെ അനുഗ്രഹിച്ചു. ഭരതൻ മെതിയടിയുമായി രാമനെ വലം വെച്ചു. ഭരതനും കൂടെ വന്നവരും അയോധ്യയിലേക്ക് മടങ്ങി. അയോധ്യയിലെത്തിയ ഭരതൻ പട്ടണത്തിലേക്ക് പോകാതെ അതിന് പുറത്തുള്ള നന്ദിഗ്രാമത്തിൽ ഒരു കുടിൽ കെട്ടി താമസിച്ചു. ശ്രീരാമ പതുങ്ങത്തെ രാജാവായി മനസ്സിൽ കണ്ടുകൊണ്ട് സിംഹാസനത്തിൽ വെച്ച് അഭിഷേകം ചെയ്ത് പൂജിച്ചു. ഭരതൻ ബ്രഹ്മചാര്യനിഷ്ഠയോടെ ജ്യേഷ്ഠനു വേണ്ടി രാജ്യം ഭരിക്കാൻ തുടങ്ങി. മരവൂരി ധരിച്ച് കായും കിഴങ്ങും ഭക്ഷിച്ച ഭരതനോടൊപ്പം ശത്രുഘ്നനും കഴിഞ്ഞു വന്നു.